പിന്നെ ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ. കണ്ണൻകുട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ കല്യാണിനെ ലീവ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണി സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ ഞങ്ങൾക്കിവിടെ എത്താൻ പറ്റില്ല, തിരിച്ചെത്താൻ പറ്റില്ല. അത് കാരണം കല്യാണിക്കുട്ടീനെ ലീവാക്കിയിട്ട് ഞങ്ങൾക്കൊരു 2 മണി നേരത്തേക്കൊക്കെ അവിടെ എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആവാറായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കൊടകരയിലും പോകണമായിരുന്നു. കൊടകരയാണ് കണ്ണൻകുട്ടിയുടെ പെൻഷൻ്റെ പൈസയൊക്കെ വരിക. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് അവിടുത്തെ ആണല്ലോ. അപ്പോൾ കൊടകര പോയിട്ട് പെൻഷൻ്റെ പൈസയും കൂടെ വാങ്ങിയിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് നേരെ എറണാകുളത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് പെൻഷൻ കൊണ്ടുവരുന്ന വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ നമ്മളത് മേടിക്കുക. അപ്പോൾ ചേട്ടൻ അതൊക്കെ പോയി മേടിച്ചു. ഞങ്ങൾ അവിടെ അത്ര നേരം വെയിറ്റൊക്കെ ചെയ്ത് നിന്നു. പിന്നെ കുറച്ചൊക്കെ പോയപ്പോൾ പിന്നെ ഭയങ്കര ചൂടല്ലേ, ദാഹം തുടങ്ങി കേട്ടോ. കല്യാണിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര ദാഹമാണ്. കല്യാണിക്ക് നല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ പയ്യനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയൊക്കെ കുറച്ചൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ക്യാമറയിലൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കത് അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും 2 മണി ആയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ നേരത്തെ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ശ്രീ ചേച്ചിക്ക് ഒരു നെറ്റിപ്പട്ടം 2 കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നെറ്റിപ്പട്ടമൊക്കെ കൊടുത്തു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചി ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് ഒരു നെറ്റിപ്പട്ടം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അതൊരു 2 അടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 5 അടിയുടെ അടുത്തൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു നെറ്റിപ്പട്ടൊക്കെ ആയിരുന്നു. അതങ്ങനെ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിയും ഹാപ്പിയായി. അവിടെ ഇങ്ങനെ വാളിലൊക്കെ അത് ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു നെറ്റിപ്പട്ട ഓർഡർ കിട്ടിയിട്ട് സാധനം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അതവിടെ തൂക്കിയിട്ടിട്ട് വരെ ഞാൻ പോരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ അതും ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിന്. അങ്ങനെ ഞങ്ങൾ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ എറണാകുളത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.